നമസ്കാരം. വീടിനുള്ളിലെ മുറിക്കുള്ളിൽ സദാസമയം ചെലവിട്ടിരുന്ന കൊച്ചച്ഛൻ്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് മരണത്തിന് അവസാന മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ആ 3.5 വയസ്സുകാരിക്ക് ഇരയാകേണ്ടി വന്നിരുന്നു. ഫോറൻസിക് സർജനാണ് ഈ നിർണായക വിവരം പോലീസിന് കൈമാറിയത്. പിന്നാലെ ഈ വിവരം പുറത്തുവിടാതിരുന്ന പോലീസ് രഹസ്യമായി തന്നെ ബന്ധുക്കളെ അടക്കം നിരീക്ഷിച്ചു. ഒടുവിൽ ആ 3.5 വയസ്സുകാരിയുടെ എല്ലാമായിരുന്ന കൊച്ചച്ഛനാണ് ആ കുരുന്നിനെ പിച്ചി ചീന്തിയതെന്ന നടുക്കുന്ന സത്യമാണ് പുറംലോകം അറിഞ്ഞത്. ഇപ്പോഴും ഈ വാർത്തയുടെ ഞെട്ടൽ ആ നാട്ടുകാരെയും ബന്ധുക്കളെയും വിട്ടൊഴിഞ്ഞിട്ടില്ല. അവൾ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവന് വെട്ടിക്കൊന്നേനെ എന്നാണ് ഈ വിഷയത്തിൽ അച്ഛൻ്റെ പ്രതികരണം പുറത്തു വന്നത്. കുട്ടിയുടെ അമ്മ എല്ലാവരാലും ഒറ്റപ്പെട്ടിരുന്നു. ആകെ ഇവർ കണ്ടിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 3.5 വയസ്സുകാരിയുടെ അമ്മ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു. വീടിനുള്ളിൽ തന്നെ അടഞ്ഞുകൂടി മറ്റാരോടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. തൻ്റെ കുടുംബമാണ് അതെന്ന് ചിന്തിക്കാതെ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരി. അപ്പോൾ അമ്മയുടെ സ്വഭാവം വെച്ച് ഇവർ ഈ കുരുന്ന് പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ ഇക്കാര്യത്തിൽ പൊട്ടിത്തെറിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നുവെന്നാണ് ഭർത്താവ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ ഇക്കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത് സംസാരിക്കും. ഇത് താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ തൻ്റെ സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തുമായിരുന്നുവെന്നാണ് ആ പിതാവ് പറയുന്നത്. അവർക്കാർക്കും സംശയിക്കത്തക്ക ഒരിടയും പ്രതി നൽകിയിരുന്നില്ല. എനിക്ക് എൻ്റെ ഭാര്യയോട് ദേഷ്യമുണ്ടായിരുന്നു, ഭാര്യയുടെ അമ്മയോടും സഹോദരിയോടും ഒക്കെ ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരോടൊക്കെ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ദേഷ്യം തൻ്റെ സഹോദരനോടാണ് തനിക്കിപ്പോൾ തോന്നുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ തൻ്റെ ഭാര്യ ഇത് അറിഞ്ഞിരുന്നില്ല. അവൾ അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നോട് പറയുമായിരുന്നുവെങ്കിൽ താൻ അവനെ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയേനെ. എൻ്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യം ഇല്ലായിരുന്നു. അവൾക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു. ഒരിക്കലും അവനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. എൻ്റെ മോൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. കുഞ്ഞ് മരിച്ചുവെന്നറിഞ്ഞപ്പോൾ ബന്ധുക്കളടക്കം പലരും ചിന്തിച്ചത് അവൻ എങ്ങനെ ഇത് തരണം ചെയ്യുമെന്നായിരുന്നു. ആ സമയത്ത് തന്നെ പുറത്തിറക്കാതെ പിടിച്ചിരുത്തിയത് അവനായിരുന്നു. കൊച്ചിനെ ദഹിപ്പിക്കാൻ പോകുന്ന സമയത്തും നമ്മുടെ കൊച്ചിന് ആരുമില്ലാതെ പോകേണ്ട വാട എന്നും പറഞ്ഞുകൊണ്ട് ഞാനാണ് അവനെ വിളിച്ചുകൊണ്ട് പോയത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആ സമയം ഞങ്ങൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഭാര്യ ഒരു ചെറിയ കാര്യം പോലും വലുതാക്കി കാണിച്ച് പൊട്ടിത്തെറിക്കുന്നവളാ. ഒരിക്കലും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാകില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയേനെ. ഇല്ലെങ്കിൽ എന്നോട് പറയുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നാണ് ഈ 3.5 വയസ്സുകാരിയുടെ പിതാവിൻ്റെ പ്രതികരണം. കുട്ടിയുടെ പിതാവാണ് എല്ലാത്തിനും കാരണം. ഒട്ടും മനസ്സാക്ഷിയില്ലാത്തവൻ, കുടുംബം നോക്കാൻ അറിയാത്തവൻ എന്നൊക്കെയാണ് സമൂഹമാധ്യമങ്ങളുടെ കമന്റുകൾ ഉയർന്നത്. കൊച്ചച്ഛൻ പീഡിപ്പിച്ചു, അച്ഛൻ കൊല്ലിച്ചു, അമ്മ കൊന്നു. കുഞ്ഞെ, നീ ജനിച്ചത് നരകത്തിൽ, ഇന്ന് നീ ജീവിക്കുന്നത് സ്വർഗത്തിലെന്നും പ്രതികരിക്കുന്നവരുണ്ട്. പറയുമ്പോൾ ദ്രോഹമായിട്ട് തോന്നും. ആ കുട്ടി മരിച്ചത് നന്നായി. ഈ പ്രായം കൊണ്ട് തന്നെ അത് കുറേ അനുഭവിച്ചു. ജീവിച്ചിരിക്കുവാണെങ്കിൽ ഇത്ര നാൾ ഇതെല്ലാം അനുഭവിക്കണം. അവൾ സ്വർഗത്തിൽ സുഖമായിരിക്കട്ടെ. നിങ്ങളുടെ സ്വഭാവ ദൂഷ്യമാണ് ഇങ്ങനെ കുടുംബം അലങ്കോലമായത്. മദ്യപാന ശീലം ഒരാളെ ഉത്തരവാദിത്തമില്ലാത്ത ആളാക്കും. അത് മറ്റുള്ളവർ മുതലാക്കും. അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നതാകട്ടെ പിഞ്ചുമക്കളും. ഇയാളെ അത്രയങ്ങ് വിശുദ്ധീകരിക്കരുത്. കാരണം ഇയാൾക്ക് ഭാര്യയ്ക്ക് സ്നേഹമോ സപ്പോർട്ടോ കൊടുത്തിരുന്നുവെങ്കിൽ ആ സ്ത്രീ ഇത് ചെയ്യില്ല. എല്ലാ ഭർത്താക്കന്മാർക്കും ഇതൊരു പാഠമാകട്ടെ. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അവൾ ജീവിതത്തിൽ സന്തോഷമായി കിടന്ന സ്വസ്ഥതയോടുകൂടി ഉറങ്ങിയത്. അത് മനസ്സിലാക്കുവാൻ ആർക്കും പറ്റിയില്ലല്ലോ. സ്വന്തം സുരക്ഷയും സ്വന്തം കുഞ്ഞിൻ്റെ സുരക്ഷയും നോക്കി ഉറങ്ങാതെ കിടന്നിരുന്ന എത്ര ദിവസങ്ങളുണ്ടായിരിക്കും. അത് ഈ അച്ഛനൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവൾ പലപ്പോഴായി ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നെല്ലാം അതായിരിക്കാം അവൾ പൊട്ടിത്തെറിച്ചിരുന്നത്. അവൾക്ക് ഭ്രാന്തായി വരുത്തി തീർത്തു ഈ വ്യക്തി അനുജന്മാരും അമ്മയും കൂടി അങ്ങനെ ആക്കി തീർത്തു. സ്വന്തം ഭാര്യയുടെ ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളെ വെറും പൊട്ടിപ്പെണ്ണാക്കി മാറ്റി. സ്വന്തം കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അവളും ജയിലിൽ സുഖമായി കഴിയാനുള്ള ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു അമ്മയുടെതെന്ന അടക്കമാണ് ചില കമന്റുകൾ ഉയർന്നത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്ന വിവരം അമ്മയോട് പറഞ്ഞപ്പോൾ നിസ്സംഗതയോടെയാണ് കേട്ടിരുന്നതെന്നാണ് പോലീസ് പറഞ്ഞത്. തെളിവ് നേരത്തെയുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ പ്രതിയായ കൊച്ചച്ഛൻ കുറ്റം സമ്മതിച്ചത്. ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ ലഭിച്ചത്. ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണതെന്നും പോലീസ് പറയുന്നു. കുട്ടിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു പ്രതി. രക്ഷിതാക്കളെക്കാൾ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിലടക്കം ഇയാൾ താല്പര്യത്തോടെയാണ് പെരുമാറിയത്. വീട്ടിൽ ഭൂരിഭാഗവും ഇയാൾ കുട്ടികളോടാണ് സമയം ചെലവഴിച്ചിരുന്നത്. കൂടാതെ ഇയാൾ മുറിക്കുള്ളിൽ തന്നെയായിരുന്നു സദാസമയമെന്നാണ് ചില റിപ്പോർട്ടുകൾ. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പ്രതി ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നുള്ള കാര്യം വ്യക്തമായത്. കുട്ടികളെ അശ്ലീല വീഡിയോ അടക്കമുള്ള വെബ്സൈറ്റുകളാണ് ഇയാൾ കൂടുതൽ നേരം സന്ദർശിച്ചത്. ഫോണിൽ നിന്ന് കണ്ട ശേഷം ഡിലീറ്റ് ചെയ്ത അശ്ലീല വീഡിയോകൾ പോലീസ് വീണ്ടെടുത്തു.
കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായ ആന്തരിക ക്ഷതങ്ങൾ ഇയാളുടെ രതിവൈകൃതത്തിന്റെ പ്രതിഫലമാണെന്നാണ് നിലവിലെ നിഗമനം. കുട്ടി പീഡനത്തിനിരയായ വിവരം ഫോറൻസിക് സർജൻ ലിസ ജോൺ അറിയിച്ച ഉടൻ തന്നെ പോലീസ് കൃത്യമായ നീക്കങ്ങളുടെ പ്രതിയെ വലയിലാക്കുകയായിരുന്നു. കുട്ടി കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അതീവ ദുഃഖിതനായിട്ടാണ് ഇയാളെ കാണപ്പെട്ടത്. സംസ്കാര ചടങ്ങുകൾ വരെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ. സുഹൃത്തുക്കൾ താങ്ങിപ്പിടിച്ചാണ് ഇയാളെ കുട്ടിയുടെ മൃതദേഹത്തിന് അരികിൽ പോലും എത്തിച്ചത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടെന്ന് അറിഞ്ഞതോടെ റൂറൽ SP എം ഹേമലതയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. കുട്ടിയുമായി അടുപ്പം കൂടുതൽ പുലർത്തിയിരുന്നവരുടെ പട്ടിക തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. മൃതദേഹം സംസ്കരിച്ച ദിവസം രാത്രി തന്നെ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്തു. വീട്ടിലെ സ്ത്രീകളുടെ മൊഴിയെടുത്തു. ഇതിൽ നിന്ന് തന്നെ പ്രതിയിലേക്ക് സൂചന ലഭിക്കുകയായിരുന്നു. ബുധനാഴ്ച മറ്റ് 2 ബന്ധുക്കൾക്കൊപ്പം വീണ്ടും വിളിച്ചിരുത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റസമ്മതം നടത്തിയത്. ബുധനാഴ്ചത്തെ ചോദ്യം ചെയ്യൽ 8 മണിക്കൂർ നീണ്ടു നിന്നിരുന്നു. ഈ സമയത്ത് ഇടയ്ക്കിടെ വിങ്ങിപ്പൊട്ടിയ ഇയാൾ കുറ്റം സമ്മതിക്കാതെ അഭിനയം തുടരുകയായിരുന്നു. കൊല്ലപ്പെട്ട ദിവസം പുലർച്ചെ കുട്ടി പീഡനത്തിനിരയായെന്ന് പോലീസിന് അറിയാമായിരുന്നു. തലേ ദിവസം രാത്രി പ്രതിക്കൊപ്പമാണ് കുട്ടി ഉറങ്ങിയത്. പ്രതിയുടെ അമ്മ മാത്രമാണ് അന്ന് വീട്ടിലുണ്ടായിരുന്നത്. കുട്ടിയുടെ അച്ഛനും പ്രതിയുടെ മറ്റൊരു സഹോദരനും അവരുടെ അച്ഛൻ ആശുപത്രിയിലായിരുന്നതിനാൽ അവിടെയായിരുന്നു. ഈ വിവരങ്ങളും വീട്ടിൽ നിന്ന് ശേഖരിച്ച തെളിവുകളും മൊബൈൽ ഫോൺ വീഡിയോകളും നിരത്തി ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നത്. ഇയാളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്നലെ പുലർച്ചെ മരിച്ച പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രതിക്ക് 2 മണിക്കൂർ സമയം അനുവദിച്ചു. അന്വേഷണ സംഘത്തലവൻ പുത്തൻകുരിശ് ഇൻസ്പെക്ടർ N ഗിരീഷ് മൂവാറ്റുപുഴ അഡീഷണൽ സ്പെഷ്യൽ പോക്സോ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് ജഡ്ജി G മഹേഷ് 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. നാളെ വൈകിട്ട് 4:30 കോടതിയിൽ ഹാജരാക്കണം. പ്രതിക്ക് വേണ്ടി അഭിഭാഷകർ ആരും തന്നെ ഹാജരായില്ല. പ്രതിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മരിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങളില്ലെങ്കിൽ പ്രതിയെ വീട്ടിലെത്തിച്ചു മരണാനന്തര ചടങ്ങിൽ പങ്കെടുപ്പിക്കാനായി 2 മണിക്കൂർ കോടതി അനുവദിക്കുകയായിരുന്നു. പീഡനം നടന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഇയാൾ മാത്രമെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇയാളുടെ മുറിയിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റും ധരിച്ച വസ്ത്രങ്ങളും അടക്കം ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. ഇയാളുടെ പിതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എല്ലാവരും തന്നെ ആശുപത്രിയിലായിരുന്നു. ഈ സമയത്താണ് വീട്ടിൽ പ്രതി മാത്രമുണ്ടായിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയത്. ഈ സമയത്ത് തന്നെയാണ് കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കൊച്ചിനെ മയക്കാൻ മരുന്ന് വല്ലതും കൊടുത്തോ എന്ന് അന്വേഷിക്കണം. കാരണം കൊച്ചൊരിക്കലും കൊച്ചച്ഛനെ പേടിച്ചിരുന്നില്ല. ഒരു അയൽക്കാരൻ പറയുന്നുണ്ട് കുഞ്ഞിനെ അയാളുടെ കൂടെ ഇടപഴകാൻ ഈ കൊച്ചച്ഛൻ ശ്രമിച്ചിരുന്നില്ല എന്ന്. അമ്മയിൽ നിന്ന് അകറ്റി അമ്മയെ പേടിപ്പിക്കുന്ന രീതിയിലാക്കി. ചിലപ്പോഴൊക്കെ ഇക്കാര്യം പുറത്തു പറയുമെന്ന് കരുതിയാകാം കുഞ്ഞിനെ പരമാവധി അമ്മയിൽ നിന്ന് അകറ്റാൻ ശ്രമം നടത്തിയത്. 2 കുട്ടികളെ മയക്കിക്കെടുത്തി ഉപദ്രവിച്ചു. അത് അമ്മയാണ് ചെയ്തതെന്ന് കുട്ടികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അയാളോട് അടുക്കാത്ത രീതിയിലാക്കി. അമ്മ കുളിപ്പിച്ചാൽ അവന്റെ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചു. അവന്റെ തിരക്കഥയനുസരിച്ച് എല്ലാവരും അമ്മയെ ആട്ടിപ്പായിച്ചു. അമ്മ നിസ്സഹായയാണ്. ഭർത്താവിന്റെ വീട്ടുകാരുടെ ക്രൂരതയ്ക്ക് മുൻപിൽ വിദ്യാഭ്യാസവും ജോലിയുമുള്ളവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പാടാണ്. അപ്പോൾ ഈ നിസ്സഹായയായ അമ്മയുടെ കാര്യം പറയാനുണ്ടോ എന്നതടക്കമാണ് കമന്റുകൾ ഉയർന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.